ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. എമ്മാവൂസിലേക്ക് പോയ രണ്ടുപേരുടെ സാക്ഷ്യമാണിത്. നിരാശപ്പെട്ട്, സംശയിച്ച്, ആകുലപ്പെട്ട് യാത്ര ചെയ്ത അവർക്കൊപ്പം മൂന്നാമതൊരു സാന്നിധ്യമായി യേശു എത്തുന്നുണ്ട്. ജീവിതയാത്രയിൽ മനസ്സ് പതറുന്ന വേളകളിൽ ഒറ്റയ്ക്കായി പോയെന്ന് ആരുമിനി നൊമ്പരപ്പെട്ടുകൂടാ. കൂടെ നടക്കുന്ന സാന്നിധ്യമായി യേശുവുണ്ട് ചാരെ. സാന്ത്വനമായി, വചനമായി, അപ്പമായി ഉദ്ധിതൻ ഒപ്പമുണ്ടെന്ന വിചാരം ജീവിതത്തിലെ സകല വിപരീത അനുഭവങ്ങളെയും നേരിടാൻ കരുത്തു തരുന്നു. മനുഷ്യജീവിതത്തിലെ എല്ലാവിധ പ്രതികൂല അനുഭവങ്ങളിലും ശക്തി പകർന്ന് ഒപ്പമായിരിക്കുവാനാണ് യേശു കല്ലറ പിളർന്ന് ഉദ്ധിതനായത്. ലോകം കണ്ട മറ്റെല്ലാ ഗുരുക്കന്മാരും അവർ ഉരുവിട്ട വചനങ്ങളിലൂടെ മാത്രം ജീവിതം പൂർത്തീകരിക്കുമ്പോൾ യേശു മാത്രം ആർക്കും എവിടെയും എപ്പോഴും അനുഭവിക്കാവുന്ന സാന്നിധ്യമായി പരിണമിക്കുന്നു. അതാണ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് തരുന്ന സദ്വാർത്ത. പാപത്തിന്മേലും മരണത്തിന്മേലും ദൈവം മനുഷ്യനെ വിജയശ്രീലാളിതനാക്കിയിരിക്കുന്നു. കല്ലറകൾക്കിനിമേൽ സത്യത്തെ മൂടിവെക്കാനാവില്ല. കുരിശുകൾക്കിനിമേൽ ആ നീതിമാനെ ഇല്ലായ്മ ചെയ്യുവാനാവില്ല. മുൾക്കിരീടങ്ങളൊന്നും ഇനി ശാശ്വതമല്ല. ത്യാഗപൂർവം ഏൽക്കുന്ന മുറിവുകളൊക്കെ തിരുമുറിവുകളായി പരിണമിക്കും. ആകാശം പിളർക്കുന്ന നിലവിളികൾക്കൊക്കെ മൂന്നാം നാൾ ഉത്തരം കിട്ടും. ഇനി നമുക്കൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല, മരണത്തെപ്പോലും. അവനെ അടക്കിയ കല്ലറ മാത്രമാണ് ശൂന്യമായിരിക്കുന്നത്. ബാക്കി എല്ലായിടവും എപ്പോഴും അവൻ്റെ സാന്നിധ്യമുണ്ട്. 1 യോഹന്നാൻ 1:5. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.